എം.കോം മാർക്കറ്റിങ്ങിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള എലക്റ്റീവ് സബ്ജക്ട്സാണ് സർവീസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 എക്സാം പേപ്പറാണിത്. മാക്സിമം 30 വെയിറ്റേജിലാണ് നമുക്ക് എക്സാം ഉണ്ടായിരിക്കുക. 3 hours ആയിരിക്കും. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നായിരിക്കും 3 കാറ്റഗറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഫസ്റ്റതാണ് പാർട്ട് എ. ആൻസർ എനി 4 questions. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 2 വെയിറ്റേജ്. നമുക്ക് മൊത്തം 7 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ 4 ക്വസ്റ്റ്യൻസ് നമുക്കറിയാവുന്ന 4 ക്വസ്റ്റ്യൻസ് എഴുതുക. 2 വെയിറ്റേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ 1.5 പാരഗ്രാഫ് എങ്കിലും എഴുതണം. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ മൈക്രോ എൻവയോൺമെൻറ്റ് ഫോർ സർവീസസ്? ദെൻ വാട്ട് ഈസ് സർവീസ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ? വാട്ട് ആർ ദ ടൂൾസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ? ഡിസ്ക്രൈബ് ഫെസ്റ്റൽ ഫ്രെയിംവർക്ക്. ഡിഫൈൻ ടാർഗറ്റ് മാർക്കറ്റ്. വാട്ട് ഡു യു മീൻ ബൈ ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്? വാട്ട് ആർ ദ ഡിറ്റർമിനൻറ്റ്സ് ഓഫ് സർവീസ് ക്വാളിറ്റി? അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതും. ഏതൊന്നും വേണമെങ്കിൽ നമുക്ക് ഏതൊരു 4 ചൂസ് ചെയ്തിട്ട് എഴുതാം. അടുത്തതാണ് പാർട്ട് ബി. ആൻസർ എനി 4 questions. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 3 വെയിറ്റേജ്. നമുക്ക് മൊത്തം 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ 4 ക്വസ്റ്റ്യൻസ്, 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ മൊത്തം 4 ക്വസ്റ്റ്യൻസ് എഴുതണം. എക്സ്പ്ലെയിൻ ദ മാർക്കറ്റിംഗ് കോമ്പോണൻറ്റ്സ് ഓഫ് എ ടൂറിസം സർവീസ്. ഡിസ്ക്രൈബ് ദ സർവീസ് ക്വാളിറ്റി ഡയമെൻഷൻസ്. elucidate the importance of relationship marketing. Explain the various strategies used for pricing the services. Discuss the importance of service quality. Okay, അപ്പം 7 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ദെൻ എക്സ്പ്ലെയിൻ സർവീസ് എൻകൗണ്ടർ ആൻഡ് ഇറ്റ്സ് ടൈപ്പ്. ദെൻ വാട്ട് ആർ ദ റോൾസ് ഓഫ് ഫിസിക്കൽ എവിഡൻസ് ഇൻ സർവീസ് മാർക്കറ്റിംഗ്. അപ്പോൾ മൊത്തം 7 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻസിനും 3 വെയിറ്റേജ് ആണ്. അടുത്തതാണ് സെക്ഷൻ പാർട്ട് സി ആണ്. ഇത് നമ്മൾ എസ്സേ ടൈപ്പാണ്. മൊത്തം 10 വെയിറ്റേജ് ഉണ്ടായിരിക്കും. 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ 2 നമ്മൾ എഴുതണം. സർവീസസ് ആർ നൗ ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എനി ഇക്കോണമീസ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹാവ് ബിക്കം ഇൻഡിപെൻഡൻസ് ടു അവർ ലൈഫ്. സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഡിഫൈൻ ബ്രാൻഡിംഗ്. ഡിസ്കസ് ദ റോൾ ഓഫ് ബ്രാൻഡിംഗ് ഇൻ മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്. Explain the marketing practices of hospitality services in India. Marketing myopia might creep in and make management blind. How does this relate to sensitive service quality? അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ ഓരോ ക്വസ്റ്റ്യൻസിനും ആൻസർ വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ സപ്പോർട്ട് ചെയ്യാം. മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.